ഞാൻ ഇന്ത്യ ഗേറ്റും കണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ ഇറങ്ങിയിട്ട് ഇതാ നമ്മളെ ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോൻ്റെ നേരെ അടുത്ത് തന്നെ എത്തി കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പാർലമെൻറ്റ്, അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവർ. നമ്മളിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ രാഷ്ട്രപതി ഭവൻ ഇതാ ഈ ഒന്ന് കാണിക്കുന്നതാണ് രാഷ്ട്രപതി ഭവൻ വരുന്നത്. പിന്നെ ഈ 14th നമ്മളെ ഏതാണ്ട് പാർലമെൻറ്റ് ഹൗസ് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാപ്പൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പിന്നെ ഈ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണാം. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പാർലമെൻറ്റ് രാഷ്ട്രപതി ഭവനൊക്കെ ഇപ്പോൾ പോകും. രാഷ്ട്രപതി ഭവനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരണം, നടന്നിട്ട് വരാം. അങ്ങനെ ആ സംഭവം കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ സംഭവങ്ങളൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് മെട്രോ, ബസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് എല്ലാ സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുക. ഇവിടെ അങ്ങനെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നാൽ എളുപ്പത്തിൽ ഇതാവും. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, അവിടെ അടങ്ങാറായിട്ടുള്ളൂ. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും കാണുന്നില്ല. പാനിപ്പൂരി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കാണുന്നുള്ളൂ. അതാണെങ്കിൽ എനിക്ക് തീരെ പിടിക്കുന്നില്ല. അപ്പോൾ നോക്കട്ടെ, ബസ് രാഷ്ട്രപതി ഭവനിൽ പോയിട്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കണം. സംഭവം ഇതാണ് രാഷ്ട്രപതി ഭവൻ്റെ സംഭവം. ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ച്, പട്ടാളക്കാരൻ ചോദിച്ചത് എന്നോട് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. സെക്യൂരിറ്റി റീസൺ കാരണം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പബ്ലിക്കിന് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി അതിന് വേണ്ടി കുറേ എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർലമെൻറ്റ് ഹൗസ്, സെക്രട്ടേറിയറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും അതിപ്പോൾ കയറാണ്ട് പറ്റില്ല. അപ്പോൾ വരുന്ന ആൾക്കാരായാലും നോക്കുക, ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യ ഗേറ്റിലേക്ക് ഇവിടുന്ന് ബസ് കിട്ടും. അതൊക്കെ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ നേരെ ഇപ്പുറത്ത് ജോർബാഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലോധി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒന്നിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതൊക്കെ കവർ ചെയ്യുക. അതിനിടയിൽ ഫുഡൊന്നും കിട്ടിയില്ല. ജസ്റ്റ് മോമോസ് കഴിക്കാൻ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് നടന്ന് ലോധി ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് അവിടെ കാണുന്നതാണ് ലോധി ഗാർഡൻ. അപ്പോൾ നമുക്ക് അങ്ങേക്ക് കയറിയിട്ട് ലോധി ഗാർഡനിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല രസം, അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതാണ് ലോധി ഗാർഡൻ എൻട്രി. ടൈമിങ്ങും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 to 8 PM ആണ് ടൈമിങ് കൊടുത്തിട്ടുള്ളത്. കണ്ട് നമുക്ക് ഇങ്ങനെ കയറി കാണാം കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് കേട്ടോ. നല്ല ചെറിയ തണുപ്പ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ഫോറസ്റ്റിന് നടുവിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീല്. നല്ലൊരു വൈബുണ്ട്. കുറേ ചെടികളും പച്ചപ്പും എന്ന് പറഞ്ഞിട്ട് ഡൽഹി എന്ന് പറഞ്ഞാൽ ക്രൗഡഡ് സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ലൈഫ് ഇതൊക്കെ. ആക്ച്വലി ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ദില്ലി സുൽത്താനേറ്റിലെ അവസാന വംശങ്ങളായ സയ്യിദ് ലോധി രാജവംശങ്ങളുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മുഹമ്മദ് ഷാ സയ്യിദിൻ്റെ ശവകുടീരം, ബഡാ ഗുംബദ്, ഷീഷ് ഗുംബദ്, സിക്കന്ദർ ലോധിയുടെ ശവകുടീരം എന്നീ ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതായത് ദില്ലി സുൽത്താനേറ്റിലുള്ള കുറേ പ്രമുഖന്മാരുടെ ശവകുടീരങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ ലോധി ഗാർഡൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഗാർഡൻ മാത്രമല്ല, കുറേ ചരിത്രപരമായിട്ടുള്ള അവശേഷിപ്പുകൾ ബാക്കി കിടക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ലോധി ഗാർഡൻ.
ശരിക്കും പറഞ്ഞാൽ ലോധി ഗാർഡൻ എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതിയത് നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളൊരു മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ ഒരു ഗാർഡൻ എന്നതിലുപരി ഒരുപാട് കാണാനുണ്ട് കേട്ടോ. കുറേ ചരിത്രപരമായിട്ടുള്ള കാഴ്ചകളും മറ്റുമൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചുറ്റിലും നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കംപ്ലീറ്റ്. നല്ല വലിയൊരു ഗാർഡനും ഉണ്ട്. ഗാർഡൻ ഇല്ലയെന്നല്ല, ഗാർഡനും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ എന്തായാലും വരിക, നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ, നഷ്ടമില്ല. ഈ ഒരു ആംബിയൻസിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അടിപൊളി പാട്ട് പിള്ളേരെ. എന്താ ഇതിൻ്റെ രസം, കുറേ നേരം കേട്ടാടിയിരുന്നു കേട്ടോ. വേഗം പോകണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇരുന്ന് അതും പാട്ടും കാര്യങ്ങളെല്ലാം കേട്ട് ഇനി മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാനിപ്പോൾ ലോധി ഗാർഡൻ നിന്ന് ഇറങ്ങിയിട്ട് സാഫ്ദർജംഗ് ടോംബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഇവിടെ. അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ടൈമിങ് 5 മണി വരെ ഉള്ളൂ. സമയം ഇപ്പം 5:10. അപ്പോൾ നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എന്തായാലും പോകാണ്ട് പറ്റില്ല. പിന്നെ കുത്തബ് മിനാറാണ് ടാർഗറ്റ് ചെയ്തിട്ട് ഈ റൂട്ടിൽ നമുക്ക് പോകാണ്ട് പറ്റിയ സ്ഥലമുള്ളത്. അതിപ്പോൾ മെട്രോയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുത്തബ് മിനാറിലേക്ക് പിന്നെ പോകണം. നോക്കാം, നമുക്ക് പോയി നോക്കാം. അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ കുത്തബ് മിനാറിലെ കാഴ്ചയിൽ ഇന്ന് കാണാം. ഇവിടെ സ്കൂളുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഞാൻ നടന്ന് പോകുന്നത് എനിക്ക് നല്ല ലൈറ്റ് തണുപ്പുള്ള രസം. നേരെ ജോസ് ബാഗിലേക്ക് പോവുക. അവിടെ നിന്ന് പറ്റുവാണെങ്കിൽ കുത്തബ് മിനാറിലേക്ക് പോകണം. അതാണ് പ്ലാനുള്ളത്. അതിൻ്റെ അടുക്ക് വേറൊരു വില്ലേജ് ഉണ്ട്. പക്ഷേ ആ വില്ലേജ് കറക്റ്റ് എനിക്ക് സംഭവം മനസ്സിലായില്ല ഏതാണ് എങ്ങനെയാണെന്നുള്ളത്. ഹൗസ് കാസ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് മനസ്സിലായില്ല. ഈ ജോസ് ബാഗിൽ നിന്ന് കുത്തബ് മിനാറിലേക്ക് പോകുന്നതിനിടക്കാണ് ഈ ഹൗസ് ബാഗ് വരുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കാം. നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അവിടെയും പോവാം. അല്ലെങ്കിൽ കുത്തബ് മിനാർ ഞാനിപ്പം ഗൂഗിളിൽ ടൈമിങ് നോക്കുന്ന സമയത്ത് 9 മണി വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം എവിടെ എത്തിപ്പെടുക എന്നുള്ളത്.